ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക അരിത്തമാറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. പൊതുവേ റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് എക്സും വൈയും ഒബ്സർവേഷൻസ് തരും, എന്നിട്ട് നമ്മളോട് അത് വെച്ച് കണ്ടുപിടിക്കാനാണ് പറയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് അധികം 3 മാർക്ക് 4 മാർക്കിനൊക്കെയാണ് ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ. കോറിലേഷൻ കോഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0.7. ഫൈൻഡ് 2 റിഗ്രഷൻ ഇക്വേഷൻസ്. എന്നിട്ട് അരിത്തമാറ്റിക് മീൻ, അതായത് എക്സിൻ്റെ അരിത്തമാറ്റിക് മീനും വൈൻ്റെ അരിത്തമാറ്റിക് മീനും തന്നിട്ടുണ്ട്. ഓക്കെ, എക്സിൻ്റെ അരിത്തമാറ്റിക് മീനാണ് 50, വൈൻ്റെ അരിത്തമാറ്റിക് മീനാണ് 30. അതുപോലെ തന്നെ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 തന്നിട്ടുണ്ട്, വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമേ നമുക്ക് എക്സാമിന് തരുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആദ്യം നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ എന്താണെന്ന് എഴുതാം. റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണെങ്കിൽ, വൈ ഓൺ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് പറഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് അല്ലേ. അതിൽ ഈ വൈ ബാറും എക്സ് ബാറും നമുക്കറിയാം, അത് അരിത്തമാറ്റിക് മീനാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട്, എക്സിൻ്റെയും വൈൻ്റെ അരിത്തമാറ്റിക് മീൻ തന്നിട്ടുണ്ട്. പിന്നെ ഈ എക്സും വൈയും ഈ രണ്ടെണ്ണം നമുക്ക് കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് അവിടെ എക്സ് വൈ എഴുതിയാൽ മതി. പിന്നെ വേണ്ടത് ബി വൈ എക്സ് ആണ്. ബി വൈ എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കോറിലേഷൻ കോഫിഷ്യൻറ്റും തന്നിട്ടുണ്ട് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, അതും തന്നിട്ടുണ്ട്. അത് രണ്ടും ഉണ്ടെങ്കിൽ ബി വൈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. ഓക്കെ, ഇതാണ് ഫോർമുല. ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്താ നോക്കാം. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരാം? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നാണ്. ഓക്കെ, അതിൽ എക്സ് ബാറും വൈ ബാറും നമുക്ക് ഓൾറെഡി അറിയാതെ ആദ്യം പറഞ്ഞു, എക്സും വൈയും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇതിൽ ബി എക്സ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. ബി എക്സ് വൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷൻ കോഫിഷ്യൻറ്റും തന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഗാമ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങൾ. ബാക്കി നമുക്ക് ഇതിലേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. അപ്പോൾ വൈ ഓൺ എക്സ് ആണെങ്കിൽ നമുക്ക് വേണ്ട സാധനം എന്താണ്? വൈ ഓൺ എക്സിന് വേണ്ട സാധനം ബി വൈ എക്സ് ആണ് വേണ്ടത് അല്ലേ. വൈ ഓൺ എക്സിന് ബി വൈ എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ബി വൈ എക്സ് ആദ്യം കണ്ടുപിടിക്കാം. ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്താ? ഗാമ 0.7 കോറിലേഷൻ കോഫിഷ്യൻ്റ് അതാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിഗ്മ വൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എത്രയാണെന്ന് തന്നിട്ടുള്ളത്? വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ്, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ തന്ന സാധനങ്ങളാട്ടോ പറയുന്നത്. ക്വസ്റ്റ്യനിൽ തന്നെ കോറിലേഷൻ കോഫിഷ്യൻ്റ് 0.7 ആണ് തന്നിട്ടുണ്ട്, അതിനാണ് നമ്മൾ ഗാമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിഗ്മ വൈ എന്ന് പറയുന്നത് 2 ഡിവൈഡ് ബൈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 0.28 എന്ന് കിട്ടും. അപ്പോൾ ബി വൈ എക്സ് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ നോക്കാം. അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഓക്കെ, അരിത്തമാറ്റിക് മീൻ വൈൻ്റെ അരിത്തമാറ്റിക് മീൻ 30ഉം എക്സിൻ്റെ അരിത്തമാറ്റിക് മീൻ 50 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വൈ മൈനസ് 30 ഈക്വൽ ടു 0.28 ഇൻറ്റു എക്സ് മൈനസ് 50 എന്ന് വരും. ഓക്കെ, ഈ 0.28 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 0.28 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.28 എക്സ് മൈനസ് 0.28 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ എത്രയാണ്? മൈനസ് 40 എന്ന് വരും. ഓക്കെ, അപ്പോൾ വൈ മൈനസ് 30 ഇതായി. ഇനി വൈ ഇസ് ഈക്വൽ ടു ഈ 30നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പം 0.28 എക്സ് മൈനസ് 14 പ്ലസ് 30 ആയിട്ട് മാറില്ലേ, മൈനസ് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നോക്കിയേ, ദിസ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 0.28 എക്സ് പ്ലസ് 60 എന്ന് വരും. അപ്പോൾ ഇതാണ് വൈ ഓൺ എക്സ്, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ഓൺ വൈ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 0.28 ഞാൻ തൊടാത്ത എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ എക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ലൈക്ക് ടേംസിന് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വൈ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക 2y ഉണ്ടായിരുന്നെങ്കിൽ ആ വൈനെയും ഇതിനും കൂടി എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടും?
ഇവിടെ ഈ 2y ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചിങ്ങോട്ടേക്ക് ഈ 2y ഇങ്ങോട്ട് പോകുമ്പോൾ -2y അപ്പോൾ -y എന്ന് വരും. പക്ഷേ ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ലൈക്ക് ടേംസിന് മാത്രമേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. y വരുന്ന ടേം ഇത് മാത്രമേ ഉള്ളൂ, x വരുന്ന ടേം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്പേഴ്സിന് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ 2 നമ്പേഴ്സ് വന്നുകൊണ്ടാണ് ആ 2 കൂടി ഓപ്പറേഷൻ ചെയ്തിട്ട് ആൻസർ കിട്ടിയത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് എക്സ് ഓൺ വൈ എങ്ങനെയാണെന്ന് നോക്കാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈക്ക് നമുക്ക് വേണ്ട സാധനം എന്താണ്? നമുക്ക് വേണ്ടത് ബി എക്സ് വൈ ആണ്. അപ്പോൾ ബി എക്സ് വൈൻ്റെ ഇക്വേഷൻ എന്താ? ഗാമ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. അപ്പോൾ ഗാമ എന്ന് പറഞ്ഞത് 0.7 ആണ്, ഇൻറ്റു 5 ഡിവൈഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 1.75 എന്നാണ് നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയാതെ 50 ആണ്, ഈക്വൽ ടു 1.75 ഇൻറ്റു വൈ മൈനസ് ഇത് എത്രയാണ്? 30 ആണ് വരുന്നത്. ഇനി 1.75നെ ഞാൻ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.75 വൈ മൈനസ് 1.75 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 52.5 എന്ന് വരും. ഓക്കെ, ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഈ 50നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 1.75 വൈ മൈനസ് 52.5, ഈ -50 ഇങ്ങോട്ട് പോകുമ്പോൾ +50 ആയിട്ട് മാറും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ തരട്ടെ 1.75 വൈ മൈനസ് 2.5 എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ തന്നെ എഴുതുക. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ റൈറ്റ് റിഗ്രഷൻ ലൈൻസ് എന്നിട്ട് എക്സിൻ്റെയും വൈൻ്റെയും ഒബ്സർവേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് നേരത്തെ ഉപയോഗിച്ച് എളുപ്പവഴി ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് സാധാരണ ചെയ്യണ മാതിരി കോളമൊക്കെ വരച്ചിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതുക? എന്ത് തന്നാലും തന്നിരിക്കുന്ന സാധനത്തിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. അപ്പോൾ റിഗ്രഷൻ ലൈനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിഗ്രഷൻ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സ് എന്താണ്? ക്യാപിറ്റൽ വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ബാർ എന്ന് പറയുമ്പോൾ സമ്മേഷൻ വൈ ബൈ എൻ ആണ്. നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഡാറ്റ കിട്ടിയിട്ടില്ല, ഇവിടെ നമുക്ക് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാത്തിനെയും ഫോർമുല യൂസ് ചെയ്യണം. ഇനി ബി വൈ എക്സ് എന്ന് പറയുമ്പോൾ ബി വൈ എക്സിൻ്റെ ഫോർമുല നേരത്തെ മാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് അത് കൊടുത്താൽ മതി. ബി വൈ എക്സിൻ്റെ ഫോർമുല എന്താ വരുന്നത്? n into summation xy minus summation x into summation y divided by n summation x square minus summation x whole square. ഓക്കെ, ഇനി എക്സ് ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്. അതിൽ വൈ ബാർ എന്താണ്? അതിവിടെ തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്താണ്? അതും തന്നിട്ടുണ്ട്. ബി വൈ എക്സ് എന്താണ്? അതും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്താണെന്ന് നോക്കാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. ഓക്കെ, എക്സ് ഓൺ വൈ എന്താ തന്നിട്ടുണ്ട്? അതെന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. അതിൽ എക്സ് ബാറും വൈ ബാറും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? അതെന്താണ്? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ബൈ എന്നും വൈ ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ വൈ ബൈ എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കണ്ട, ബി എക്സ് വൈ എന്താ നോക്കണം. ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു എൻ സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ബി എക്സ് വൈയോ ബി വൈ എക്സ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബി എക്സ് വൈ ആണെങ്കിൽ ബി വൈ എക്സ് ആണെങ്കിൽ താഴെ എന്താണ്? എക്സ് സ്ക്വയറും സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയറും വരാം. ബി എക്സ് വൈ ആകുമ്പോൾ ഇവിടെ താഴെ വൈ സ്ക്വയറും സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ്റെ കാര്യത്തിലും വൈ ഓൺ എക്സ് ആകുമ്പോൾ വൈ മൈനസ് വൈ ബാർ ഇസിക്വൾ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അത് ഒറ്റെണ്ണം പഠിച്ചാൽ മതി. എന്നിട്ട് എക്സ് ഓൺ വൈ ആകുമ്പോൾ തിരിച്ചാണ് വരുന്നത്. എക്സ് മൈനസ് എക്സ് ബാർ ആണ് തുടങ്ങുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇതിൽ കുറേ ഇക്വേഷൻസ്, ഈ പേപ്പറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കുറേ ഇക്വേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇങ്ങനത്തെ കുറച്ച് എളുപ്പപ്പണി ചെയ്ത് വെക്കുക. ആദ്യം ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക, എന്നിട്ട് അത് നമ്മൾ വിചാരിക്കുക ഓക്കെ ഇതിൻ്റെ വരുമ്പോൾ അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്? നമുക്ക് ആദ്യം സമ്മേഷൻ എക്സ് വൈ എന്താണെന്ന് അറിയണം അല്ലേ? അതറിയണം. പിന്നെ സമ്മേഷൻ എക്സ് അറിയണം, സമ്മേഷൻ വൈ അറിയണം, സമ്മേഷൻ എക്സ് സ്ക്വയർ അറിയണം. സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സമ്മേഷൻ എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കണം, അതിന് സ്ക്വയർ എടുത്താൽ മതി. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? പിന്നെ സമ്മേഷൻ വൈ ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്, അതിൻ്റെ കുഴപ്പമില്ല. സമ്മേഷൻ എക്സ് ഇതിൻ്റെ കൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്?
സമ്മേഷൻ എക്സ് വൈ മറ്റെടുത്ത് കണ്ടുപിടിക്കേണ്ടത് സമ്മേഷൻ എക്സും സമ്മേഷൻ വൈയും സമ്മേഷൻ വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. സമ്മേഷൻ വൈ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ 1 2 3 4 5 5 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ വൈ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയറും ഉണ്ട്. ഇപ്പോൾ 5 സാധനങ്ങളാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എഴുതാം. ക്വസ്റ്റ്യനിൽ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന നമ്പേഴ്സ് ചെയ്ത് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നമ്പേഴ്സ് തന്നിട്ടുണ്ട്, വൈ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് ഇവിടെ ആദ്യം എഴുതി വെക്കാം. ഓക്കെ, എക്സ് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഇതൊക്കെയാണ് 5 6 7 3 2, വൈ എന്ന് പറഞ്ഞിട്ട് 4 5 8 2 1. ഓക്കെ, ഇനി എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 20. 6 × 5 എന്ന് പറയുമ്പോൾ 30, 56 6 2. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ്, ഇവിടെ ഉള്ളതിൻ്റെ സ്ക്വയറാണ്. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, 6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36, 7ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 49, 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഓക്കെ, ഇനി വൈൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 25, 8ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64, 4 1. ഓക്കെ, ഇനി സമ്മേഷൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുന്നതാണ് സമ്മേഷൻ എക്സ്, ഈ കോളം മൊത്തം. അപ്പോൾ 5 + 6 + 7 + 3 + 2 അത് എത്രയാണ്? 23. ഇനി സമ്മേഷൻ വൈ എന്ന് പറയുമ്പോൾ ഈ കോളം മൊത്തം ആഡ് ചെയ്യുന്നതാണ്. 4 + 5 + 8 + 2 + 1 എന്ന് പറയുമ്പോൾ 20. അതുപോലെ സമ്മേഷൻ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ 114 എന്ന് വരും. അതുപോലെ ഇവിടെ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ കോളം മൊത്തം ആഡ് ചെയ്യുക. ഓക്കെ, ഇത് എക്സ് സ്ക്വയറിൻ്റെ കോളാണ്, അത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ കിട്ടും. അത് എത്രയാണ്? 123. സമ്മേഷൻ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ കോളം മൊത്തം ആഡ് ചെയ്യുക. അത് എത്രയാണ്? 110. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വൈ ബാർ ആദ്യം കണ്ടുപിടിക്കുക. വൈ ബാർ എന്താണ്? വൈ ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ വൈ ബൈ എൻ ആണ്. അപ്പോൾ സമ്മേഷൻ വൈ എത്രയാണ്? 20 ആണ് കിട്ടി. എൻ എന്ന് പറഞ്ഞാൽ എത്ര സെറ്റ് ഒബ്സർവേഷൻസ് ഇവിടെ തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 5 ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ എത്രയാണ്? 5 ആണ്. ഓക്കെ, എൻ 10 അല്ല കേട്ടോ, എൻ 5 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 5. അപ്പോൾ എത്രയാണ് കിട്ടുക? 4 എന്ന് കിട്ടി. എക്സ് ബാർ എന്ന് പറയുമ്പോൾ സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. ഓക്കെ, സമ്മേഷൻ എക്സ് ആണ് 23 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.6. ഓക്കെ, ഇനി ബി വൈ എക്സും ബി എക്സ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ബി വൈ എക്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ബി വൈ എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ 5 ആണ് നമുക്കറിയാം. ഇനി സമ്മേഷൻ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ കിട്ടിയത്? സമ്മേഷൻ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 114 കിട്ടിയിരിക്കുന്നത്. 114 ഇൻറ്റു സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് 23, സമ്മേഷൻ വൈ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 23 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ 5 ആണ് ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ. സമ്മേഷൻ എക്സ് സ്ക്വയർ എത്ര കിട്ടിയത്? 123 മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ. സമ്മേഷൻ എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സമ്മേഷൻ എക്സ് 23 ആണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ 23 സ്ക്വയർ. എല്ലാവരും തെറ്റിക്കുക ഈ ഭാഗമാണ്. ഇത് മാറിപ്പോയി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ സമ്മ്. ഓക്കെ, സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സിൻ്റെ സ്ക്വയർ. ഈ അർത്ഥത്തിലാണ് ഇത്. നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയാണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആൻസർ തെറ്റും. ഓക്കെ, എല്ലാവർക്കും മാറിപ്പോണത് ഇതാണ്. എക്സ് സ്ക്വയറിൻ്റെ സമ്മിനെയാണ് സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുക. സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സമ്മേഷൻ എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സമ്മേഷൻ എക്സ് എന്താണ് കിട്ടിയത്? 23. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 23 സ്ക്വയർ. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിന് മാറരുത് കേട്ടോ. അത് ഒരുപാട് പേര് തെറ്റിച്ച് കണ്ടിട്ടുണ്ട്, കുറേ കുട്ടികൾ എഴുതി കണ്ടിട്ടുണ്ട് അങ്ങനെ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ 5 × 114 പറയുമ്പോൾ 570 മൈനസ് 23 × 20 പറയുമ്പോൾ 460 ഡിവൈഡ് ബൈ 5 × 123 എന്ന് പറയുമ്പോൾ 615 മൈനസ് 23 സ്ക്വയർ എന്ന് പറയുമ്പോൾ 529. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മൈനസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ 110 ഡിവൈഡ് ബൈ 86 വരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ഡെസിമൽ പ്ലേസസ് വരെയെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ 1.2790 എന്ന് കിട്ടി. അപ്പോൾ ബി വൈ എക്സ് അതാന്ന് കിട്ടി. ഇനി ബി എക്സ് വൈ എന്താണെന്ന് നോക്കണം. ബി എക്സ് വൈൻ്റെ ഇക്വേഷൻ എന്താ? എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് എക്സ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ. ഇതും അത് തന്നെയാണ് സാധനം. സമ്മേഷൻ വൈൻ്റെ സ്ക്വയർ, ഇത് വൈ സ്ക്വയറിൻ്റെ സമ്മ്. അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ വാല്യൂസ് ഇട്ടിട്ട് കൊടുക്കുമ്പോൾ 5 × 114 മൈനസ് 23 × 20 ഡിവൈഡഡ് ബൈ 5 × വൈ സ്ക്വയർ ആണ്. സമ്മേഷൻ വൈ സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ സമ്മ് എത്ര കിട്ടിയത്? വൈ സ്ക്വയറിൻ്റെ സമ്മ് 110 എന്നാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 110
മൈനസ് 20 സ്ക്വയർ സമ്മേഷൻ വൈൻ്റെ സ്ക്വയർ, അപ്പോൾ 20ൻ്റെ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു, നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓൾറെഡി മുകളിലത്തെ സാധനം ഇവിടെ സെയിം ആണ് കണ്ടോ. 5 × 114 മൈനസ് 23 × 20, അത് തന്നെയാണ് ഇവിടെ 5 × 114 മൈനസ് 23 × 20. അപ്പോൾ ന്യൂമറേറ്റർ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും, അപ്പോൾ 110 വരിക. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ആണ് ഡിഫറെൻറ്റ്, അത് നോക്കുക. അപ്പോൾ 550, 5 × 110 പറയുമ്പോൾ 550 മൈനസ് 20ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400. ദിസ് ഈസ് ഈക്വൽ ടു 110 ഡിവൈഡ് ബൈ 150. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ഡെസിമൽ പ്ലേസസ് വരെയെങ്കിലും എഴുതാം. 0.7333 വരും. ഓക്കെ, അപ്പോൾ BXYയും BYXും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. y on xൻ്റെ ഫോർമുല എന്താണ്? y on xൻ്റെ ഫോർമുലയാണ് y മൈനസ് y ബാർ ഈക്വൽ ടു BYX ഇൻറ്റു x മൈനസ് x ബാർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ y മൈനസ് y ബാർ എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത്, അത് 4 ഈക്വൽ ടു BYX എന്താണ് കിട്ടിയത് നമുക്ക്? 1.279 അതാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. 9 ഇനി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ് വന്നിരിക്കുന്നത്? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 4.6 ഇവിടെ ഒരു 0 ഉണ്ടാവും. 1.2790 അത് എഴുതിയാൽ എഴുതിയില്ലെങ്കിൽ കണക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ അത് എഴുതാത്തത്. ഇനി ഈ 1.279 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1.279x മൈനസ് 1.279 ഇൻറ്റു 4.6 എന്ന് പറയുമ്പോൾ 5.8834 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ y ഈസ് ഈക്വൽ ടു 1.279x മൈനസ് 5.8834. ഈ -4 ഇങ്ങോട്ട് പോകുമ്പോൾ +4 ആയിട്ട് മാറും. ദിസ് ഈസ് ഈക്വൽ ടു 1.279x മൈനസ് 5.8834 + 4 എന്ന് പറയുമ്പോൾ -1.8834 അപ്പോൾ y ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x എന്ന് പറയുന്നത്. ഇനി x on y എന്താണെന്ന് കണ്ടുപിടിക്കണം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? x മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു BXY ഇൻറ്റു y മൈനസ് y ബാർ. അതിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 4.6 ഇൻറ്റു BXY എത്ര നമുക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയത് 0.7333 ആണ്. ഇൻറ്റു y മൈനസ് y ബാർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി ഈ 0.733നെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.7333y മൈനസ് ഇത് ഉള്ളിലേക്ക് പോകുമ്പോൾ 2.9332 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ x ഇസ് ഈക്വൽ ടു 0.7333y മൈനസ് 2.9332 പ്ലസ് ഇത് മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും 4.6. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് x ഇസ് ഈക്വൽ ടു 0.7333y. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് വരും? പ്ലസ് 1.668 ആയിട്ട് മാറും. ഓക്കെ, y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. x ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. നമുക്കറിയാം ലൈനിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു mx + c ആണ് നമുക്കറിയാം. പക്ഷേ ഇവിടെ x ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതിന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കേണ്ട. y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എന്താണോ കിട്ടുന്നത് അതുവരെ എഴുതി വെച്ചാൽ മതി. കൂടുതൽ നിങ്ങൾ ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്കും കാൽക്കുലേഷൻ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൻസർ മൊത്തം തെറ്റിപ്പോകും. അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതിൽ സമ്മേഷൻ അതായത് കാൽക്കുലേറ്റ് ദ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ഡാറ്റയും നമുക്ക് വേണ്ട എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. നമ്മൾ എക്സും വൈയും തന്നിട്ട് നമ്മൾ ഡാറ്റ കണ്ടുപിടിക്കുന്ന പോലെയല്ല, ഇതിൽ ഓൾറെഡി എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതും 3 മാർക്കിനാണ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്ന സാധനം എന്താണോ അതിൻ്റെ ഫോർമുല എഴുതുക. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഫിഷ്യൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഏതാ? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഗാമ XY ഇസ് ഈക്വൽ ടു n summation xy minus summation x summation y divided by root of n into summation x square minus summation x whole square. അതുപോലെ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ y സ്ക്വയർ മൈനസ് സമ്മേഷൻ y ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിലെല്ലാ ഡാറ്റയും n സമ്മേഷൻ XY അതിവിടെ തന്നിട്ടുണ്ട്, സമ്മേഷൻ എക്സ് തന്നിട്ടുണ്ട്, സമ്മേഷൻ വൈ തന്നിട്ടുണ്ട്, പിന്നെ സമ്മേഷൻ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, സമ്മേഷൻ വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. n 10 പറഞ്ഞത്, അപ്പോൾ 10 × 168. ഇനി മൈനസ് സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് 35 ഇൻറ്റു സമ്മേഷൻ വൈ എന്ന് പറയുന്നത് 28 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ അത് 203. ഇനി സമ്മേഷൻ എക്സിൻ്റെ സ്ക്വയറാണ്, സമ്മേഷൻ എക്സ് 35 അപ്പോൾ സമ്മേഷൻ എക്സ് 35ൻ്റെ സ്ക്വയർ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ 35ൻ്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് അടുത്തെന്താ 10 ഇൻറ്റു എന്താണ് 140
മൈനസ് 28ൻ്റെ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്തായിട്ട് മാറും? 1680 ആവും ഇത്. മൈനസ് 35 × 28 എന്ന് പറയുമ്പോൾ 980 മാറി. ഓക്കെ, ഡിവൈഡ് ബൈ 10 × 203 എന്ന് പറയുമ്പോൾ 2030 മൈനസ് 35ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1225 ഡിവൈഡ് ബൈ 10 × 140 എന്ന് പറയുമ്പോൾ 1400 മൈനസ് 28ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 784. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇത് മോളത്തെ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? 700 ആയിട്ട് മാറും. ഡിവൈഡ് ബൈ ഇനി √805 ഡിവൈഡ് ബൈ ഇത് എത്രയായിട്ട് മാറും? √615. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 700 × 805ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 28.3725 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. 4 ഡെസിമൽ പോയിന്റിലേക്ക് നിങ്ങൾ അത് അപ്രോക്സിമേറ്റ് ചെയ്യുക. 615ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 24.7991 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 0.9948 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഇത് 3 മാർക്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അധികം ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്, റെഗുലറിൻ്റെ എക്സാമിനേഷനൊക്കെ കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതൊരു 3 മാർക്കിലേ ചോദിക്കുള്ളൂ. ഇത് എളുപ്പമാണ് ആക്ച്വലി. ജസ്റ്റ് ആ വാല്യൂസ് അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഷ്യൻ്റ് കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് എക്സിൻ്റെ വൈൻ്റെ ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ നേരത്തെ എന്തായിരുന്നു ഡാറ്റ തന്നിട്ട് XYയും സമേഷൻ XYയും സമേഷൻ Xും സമേഷൻ Yയും തന്നിട്ടുള്ള നമ്മൾ ചെയ്തു. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. സമേഷൻ XY സമേഷൻ X സമേഷൻ Y അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഷ്യൻ്റ് ഫ്രം ദ ഡാറ്റ ബിലോ എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വൈൻ്റെ ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. 2, 4, 6, 8, 10, 12, 14 ആണ് എക്സിൻ്റെ. വൈൻ്റെത് 50, 45, 40, 35, 30, 25, 20. അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതാം? നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഇക്വേഷൻ കാൾ പിയേഴ്സൺസ് കോഷ്യൻ്റ് കോറിലേഷൻ കോഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഗാമ XY is equal to n summation XY minus summation X summation Y divided by root of n into summation X square minus summation X whole square. ഇനി അതുപോലെ തന്നെ ഇൻറ്റു √n ഇൻറ്റു സമ്മേഷൻ Y സ്ക്വയർ മൈനസ് സമ്മേഷൻ Y ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൽ എന്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം? n ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. എത്ര സെറ്റ് ഡാറ്റ ഉണ്ട് അതിനെയാണ് നമ്മൾ n നൽകുക. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. അപ്പോൾ n 7 ആണെന്ന് പറഞ്ഞു. ഇനി സമ്മേഷൻ XY സമ്മേഷൻ X സമ്മേഷൻ Y സമ്മേഷൻ X സ്ക്വയർ പിന്നെന്താണ് സമ്മേഷൻ Y സ്ക്വയർ. ഈ 5 സാധനങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ X, Y, XY, X സ്ക്വയർ Y സ്ക്വയർ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ എക്സും വൈ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് അത് നമുക്ക് എഴുതി വെക്കാം. എന്തൊക്കെയാണ് എക്സ് തന്നിട്ടുള്ളത്? 2, 4, 6, 8, 10, 12, 14. വൈ എന്താണ് തന്നിട്ടുള്ളത്? വൈ 50, 45, 40, 35, 45, 40, 35, 30, 25, 20 ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സും വൈയും മൾട്ടിപ്ലൈ. അപ്പോൾ 2 × 50 എന്ന് പറയുമ്പോൾ 100, 4 × 45 എന്ന് പറയുമ്പോൾ 180, 6 × 40 എന്ന് പറയുമ്പോൾ 240, 8 × 35 എന്ന് പറയുമ്പോൾ 280, 10 × 30 എന്ന് പറയുമ്പോൾ 300, 12 × 25 എന്ന് പറഞ്ഞാലും 300, 14 × 20 എന്ന് പറയുമ്പോൾ 280. ഓക്കെ, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16, 6ൻ്റെ സ്ക്വയർ 36, 8ൻ്റെ സ്ക്വയർ 64, 10ൻ്റെ സ്ക്വയർ 100, 12ൻ്റെ സ്ക്വയർ 144, 14ൻ്റെ സ്ക്വയർ 196. ഇനി വൈൻ്റെ സ്ക്വയർ. വൈൻ്റെ സ്ക്വയർ എങ്ങനെയാണ്? 50 സ്ക്വയർ ആണ്. അപ്പം 2500, പിന്നെ 2025, 1600, 1225, 900, 25ൻ്റെ സ്ക്വയർ പറയുമ്പോൾ 625, 20ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400. ഓക്കെ, ഇനി ഇതിൻ്റെ സം എടുക്കണം. ഇത് ഓരോന്നിൻ്റെയും സം എടുക്കാം. അപ്പോൾ സം എടുക്കാറുണ്ട് എന്താണ്? ഓരോ കോളത്തിൻ്റെയും സം എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ സം എന്ന് പറയുമ്പോൾ സമ്മേഷൻ എക്സ് പറയുമ്പോൾ ഈ കോളം മൊത്തം ആഡ് ചെയ്യുക. അപ്പോൾ 56 കിട്ടും. ഈ സമ്മേഷൻ വൈ എന്ന് പറയുമ്പോൾ ഈ കോളം മൊത്തം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 50 + 45 + 40 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 245. ഇനി സമ്മേഷൻ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 1680. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 560 ആണ് കിട്ടുന്നത്. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9275. ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡാറ്റ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗാമ XY is equal to നമ്മുടെ ഫോർമുല എന്തായിരുന്നു? n × സമ്മേഷൻ XY മൈനസ് സമ്മേഷൻ X സമ്മേഷൻ Y ഡിവൈഡഡ് ബൈ √n × സമ്മേഷൻ X സ്ക്വയർ മൈനസ് സമ്മേഷൻ X ഹോൾ സ്ക്വയർ ഇൻറ്റു √n × സമ്മേഷൻ Y സ്ക്വയർ മൈനസ് സമ്മേഷൻ Y
ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 7 ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ 7 ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ എത്രയാണ് 1680 മൈനസ് സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 56 ഇൻറ്റു സമ്മേഷൻ വൈ എത്രയാണ് 245 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ എത്ര നമുക്ക് കിട്ടിയത് 560 ആണ് കിട്ടിയിരിക്കുന്നത് മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 56ൻ്റെ സ്ക്വയർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ സമ്മാണ് വേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ സമ്മ എന്താണ് അത് 560 ആണ്. ഇവിടെ സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ സമ്മേഷൻ എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ അതുകൊണ്ടാണ് 56ൻ്റെ സ്ക്വയർ എടുത്തത്. മാറിപ്പോകരുത് കേട്ടോ, ഒരുപാട് പേർക്ക് അത് മാറിപ്പോയി കണ്ടിട്ടുണ്ട്. ഇനി 7 ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ എന്താണ് 9275 മൈനസ് സമ്മേഷൻ വൈ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് 245 സ്ക്വയർ ആയിട്ട് വരും. ഇനി ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. 7 ഇൻറ്റു 1680 എന്ന് പറയുമ്പോൾ 11760 മൈനസ് 56 ഇൻറ്റു 245 എന്ന് പറയുമ്പോൾ 13720 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 560 എന്ന് പറയുമ്പോൾ 3920 മൈനസ് 56 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3136. ഇനി ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു 9275 എന്ന് പറയുമ്പോൾ 64925 മൈനസ് 245 സ്ക്വയർ എന്ന് പറയുമ്പോൾ 60025 എന്ന് വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്തിയിട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു 11760 മൈനസ് 13720 എന്ന് പറയുമ്പോൾ മൈനസ് 1960 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഇത് ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 784 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഉള്ളിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4900 ആയി. ഇനി നോക്കിക്കേ 1960 ഇത് ഡിവൈഡ് ചെയ്താൽ ഇത് റൂട്ട് എടുത്താൽ 784ൻ്റെ റൂട്ട് എടുത്താൽ 28 കിട്ടും. ഇൻറ്റു 4900ൻ്റെ റൂട്ട് എടുത്താൽ 70 കിട്ടും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് -1 ആണ്. സോ ദിസ് ഈസ് ദി ആൻസർ. സോ ഈ ചോദ്യത്തിന് ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മൾ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന രീതിയായിട്ട് ഇത് തന്നെ. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് സെക്കൻഡ് മൊഡ്യൂളിൽ കാണാറുണ്ട്. ഇവിടെ നോക്കിക്കോ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോവിഷ്യൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അധികവും ചെയ്തിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ വരണം. അപ്പോൾ 1 2 3 4 5 6 7 8 അങ്ങനെയൊക്കെ നമ്പർ വരണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ വരുന്നതായിരിക്കും നിങ്ങൾ അധികം ചെയ്തിട്ട് 1 മുതൽ തുടങ്ങിയിട്ടുള്ളത്. ഇത് കണ്ടിന്യൂസ് അല്ല. ഇവിടെ നോക്കി ഇതിവിടെ തുടങ്ങുന്നത് തന്നെ എവിടുന്നാണ്, ഇതിപ്പോൾ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു എക്സ് തുടങ്ങുന്നത് 9 എന്നാണ്. 9 10 അതന്നെ അടുത്തത് 11 12 13 14 15 16 അങ്ങനെയാണ് വരുന്നത് അല്ലേ. കണ്ടിന്യൂസ് അല്ല, 1 എന്നൊന്നല്ല തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മൾ റാങ്ക് നമ്മൾ എക്സും വൈയും തന്നെ നമുക്ക് R1 R2 ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ആയിരിക്കും അധികം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മളോട് ചോദിച്ചെന്താണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോവിഷ്യൻ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഇക്വേഷൻ എന്താ, ഗാമ = 1 - 6 സമ്മേഷൻ d സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആണ്. അത് നമുക്കറിയാം. ഇനി ഇവിടെ നമുക്ക് തന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം എഴുതാം. ഓക്കെ, എക്സ്, പിന്നെ ഇവിടെ റാങ്ക് 1 വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സിനെ തന്നെ റാങ്ക് 1 എടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 1 മുതൽ എത്രയോ നമ്പേഴ്സ്, എത്ര നമ്പറാണോ ഉള്ളത് n വരെ കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 4 അങ്ങനെ പോയിട്ട് n വരെയും എക്സിനും വൈക്കും വരുന്ന സമയത്ത് എക്സും വൈയും തന്നെ നമുക്ക് റാങ്ക് ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ഇനി വൈൻ്റെത് റാങ്ക് 2. ഓക്കെ, ഇനി അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R1 - R2. ആ ഡി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. പിന്നെ d സ്ക്വയർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. എക്സും വൈയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതി വെക്കാം. എക്സ് എന്താണ് 15 17 14 13 11 12 16 18 10 9. ഓക്കെ 9. ഇനി നോക്കിക്കോ, ഈ R1 എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ഹയസ്റ്റിന് 1 കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഹയസ്റ്റിന് 2 കൊടുക്കുക, അങ്ങനെ പോവുക. അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റിന് 1 കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും ലോവസ്റ്റിന് 2 കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. നമുക്ക് ഹയസ്റ്റിന് വേണമെങ്കിൽ 1 വെച്ച് തുടങ്ങാം. അപ്പോൾ ഈ എക്സിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് 15 17 14 13. ഇതിലെ ഏറ്റവും വലിയ നമ്പർ 18 ആണ്. അപ്പോൾ അതിന് ഞാൻ 1 കൊടുത്തു. ഇനി 18 കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടടുത്ത വലിയ നമ്പർ ഏതാണ് 17. അപ്പോൾ അതിന് ഞാൻ 2 കൊടുത്തു. അത് കഴിഞ്ഞ് 17 കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത വലിയ നമ്പർ ഏതാണ് 16. അതിന് ഞാൻ 3 കൊടുത്തു. 16 കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത നമ്പർ ഏതാണ് 4. സോറി അത് 15 ആണ്. അപ്പോൾ അതിന് ഞാൻ 4 കൊടുത്തു. ഇനി 15 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വലിയ നമ്പർ ഏതാണ് 14. അപ്പോൾ അതിന് ഞാൻ 5ാമത്തെ റാങ്ക് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ റാങ്ക് ഇട്ട് പോകേണ്ടത്. അപ്പോൾ 13-ന് 6 വരും, 12-ന് 7 വരും, 11-ന് 8 വരും, 10-ന് 9 വരും, 9-ന്
10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റാങ്ക് ഇട്ട് പോകുന്നത്. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഓർഡറിൽ 1 2 3 4 5 6, അപ്പോൾ ഒന്നുകിൽ വലുതെന്ന് ചെറുതിലേക്ക് അല്ലെങ്കിൽ ചെറുതെന്ന് വലുതിലേക്ക് എങ്ങനെയായാലും റാങ്ക് കൊടുക്കുക. എങ്ങനെയാണോ എക്സിന് ചൂസ് ചെയ്യണം അതുപോലെ തന്നെ വൈക്കും കൊടുക്കണം. അപ്പോൾ എക്സിന് നമ്മൾ വലുതെന്നാണ് ഓർഡർ റാങ്ക് കൊടുത്ത് വന്നത്, അപ്പോൾ വൈക്ക് നമ്മൾ എന്തായിരിക്കണം, വലുതിന് തന്നെ റാങ്ക് ഇട്ട് വരിക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വൈയും കൂടി എഴുതി നോക്കാം. വൈനും കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. വൈ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 18 12 4 6 7 9 3 10 2 5. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് എന്താ ചെയ്തത്, ഏറ്റവും വലിയ നമ്പറിനാണ് നമ്മൾ 1 കൊടുത്തത്. അപ്പോൾ ഈ വൈക്ക് അതന്നെ ഏറ്റവും വലിയ നമ്പറിനാണ് 1 കൊടുക്കേണ്ടത്. എന്താണോ എക്സിന് കൊടുത്തത് അതിനെ വൈക്ക് കൊടുക്കുക. എക്സിന് ഇപ്പോൾ ഏറ്റവും ചെറുതിനാണ് 1 കൊടുത്തിച്ചാൽ വൈക്ക് ഏറ്റവും ചെറുതിന് 1 കൊടുക്കുക. അങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 1 മുതൽ n വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ വരാത്ത കേസ്, എക്സിനും വൈക്കും ഒരുമിച്ച് അങ്ങനെ വരാത്ത കേസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എക്സിനെയും വൈയും അത് തന്നെ റാങ്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ റാങ്ക് എടുക്കുമ്പോൾ എന്താ പറയുക, ഏറ്റവും വലിയ നമ്പറിന് 1 കൊടുക്കും. അപ്പോൾ 18 ആണ് വൈയിലെ ഏറ്റവും വലിയ നമ്പർ, സോ അതിന് 1 കൊടുത്തു. പിന്നെ വരുന്നത് ഏതാണ്? പിന്നെ വരുന്നത് 12 ആണ് അല്ലേ, കാരണം 17 ഇല്ല, 16 ഇല്ല, 15 ഇല്ല, 14 ഇല്ല, 13 ഇല്ല, പിന്നെ വരുന്നത് 12 ആണ്. അപ്പോൾ റാങ്ക് 2 12. പിന്നെ റാങ്ക് 3 ഏതിനാണ് വരാം? റാങ്ക് 3 വരുന്നത് 10നായിരിക്കും അല്ലേ, 11 ഇല്ല, 10. പിന്നെയോ 9ന് 4, പിന്നെ 8 ഇല്ല, 7 ഉണ്ട്, 7ന് അപ്പോൾ 5 വരും. അത് കഴിഞ്ഞിട്ട് 6, 6ന് 6 തന്നെ വന്നു. പിന്നെ ഏതാണ് വരുന്നത്? 6 കഴിഞ്ഞ് 5, 5ന് എത്രയാണ്? നമ്മൾ 7 കൊടുക്കും റാങ്ക്. അത് കഴിഞ്ഞിട്ട് 4, 4ന് റാങ്ക് 8. പിന്നെ 3ന് റാങ്ക് എത്രയാണ്? 3ന് റാങ്ക് 9, 2ന് റാങ്ക് 10. അപ്പോൾ ഇങ്ങനെയാണ് റാങ്കിങ് വരുന്നത്. അപ്പോൾ റാങ്കിങ് മനസ്സിലായി വിചാരിക്കണം. ഏറ്റവും വലിയ നമ്പറിന് 1 കൊടുക്കുക, പിന്നെ ഉള്ളതിന് 2 3 4 തന്നെ അങ്ങനെ കൊടുക്കുക. ഇനി ഡി എന്ന് പറഞ്ഞാൽ R1 - R2 ആണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ 4 - 1 എത്രയാണ്? 3. 2 - 2 0. 5 - 8 എന്ന് പറയുമ്പോൾ -3. 6 - 6 എന്ന് പറയുമ്പോൾ 0. 8 - 5 റാങ്കുകളായിട്ട് നമ്മൾ മൈനസ് ചെയ്യുന്നത്. 8 - 5 എന്ന് പറയുമ്പോൾ 3. 7 - 4 എന്ന് പറയുമ്പോൾ 3. 3 - 9 എന്ന് പറയുമ്പോൾ -6. 1 - 3 എന്ന് പറയുമ്പോൾ -2. 9 - 10 എന്ന് പറയുമ്പോൾ -1. 10 - 7 എന്ന് പറയുമ്പോൾ 3. ഇനി ഇതിൻ്റെ സ്ക്വയർ ആണ് അപ്പുറത്തേക്ക് എടുക്കേണ്ടത്, അത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്താ? 3ൻ്റെ സ്ക്വയർ 9 0, -3ൻ്റെ സ്ക്വയർ 9 0 9 9, -6ൻ്റെ സ്ക്വയർ 36, -2ൻ്റെ സ്ക്വയർ 4, -1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതിനാണ് നമ്മൾ സമ്മേഷൻ ഡി സ്ക്വയർ തന്നെ. അപ്പോൾ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് എന്താ കിട്ടുക? 9 + 9 + 9 9 36 4 1 9. ഇതിലൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് 86 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഗാമ = 1 - 6 സമ്മേഷൻ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n × n² - 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 6 × സമ്മേഷൻ ഡി സ്ക്വയർ നമുക്ക് 86 കിട്ടി. അപ്പോൾ 86. ഇനി n എന്ന് പറഞ്ഞാൽ എത്ര സെറ്റ് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ 10 ആണ് n വരുന്നത്. അപ്പോൾ 10. അപ്പോൾ 10² എന്ന് പറയുമ്പോൾ 100. 100 - 1 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1 - 6 × 86 ഡിവൈഡഡ് ബൈ 10 × 100 - 1 എന്ന് പറയുമ്പോൾ 99. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 - ഇത് ആദ്യം സോൾവ് ചെയ്യാം കേട്ടോ. ഇതും കുറേ പേര് തെറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പോയിട്ട് 1 കൊടുക്കുക, അങ്ങനെ ചെയ്യേണ്ട. ആദ്യം ഇത് സോൾവ് ചെയ്യുക, എന്നിട്ട് 1 എന്ന് അത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 6 × 8 ഡിവൈഡ് ബൈ 10 × 99 എന്ന് പറയുമ്പോൾ 0.5212 ആണ് വരിക. Therefore ആൻസർ 0.4788 ആണ്. സോ ഇതാണ് നമ്മുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഫിഷ്യന്റ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ചിലപ്പോൾ ഫിറ്റ് എ പരാബോള ആയിരിക്കും തരുന്നുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നമുക്കത് അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യും. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പരാബോളേൻ്റെ ഒന്നും പറയുന്നില്ല. സ്ട്രെയിറ്റ് ലൈൻ്റെ ആണ് പിന്നെയും ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിൽ നോർമൽ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക, അത് 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈനും പരാബോളയാണ് വരുന്നത്. നമുക്കതിന് അടുത്ത വീഡിയോയിലാക്കാം. ഈ വീഡിയോയിൽ ഇതും കൂടി, ഇതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോ, നമ്മളോട് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഡാറ്റ തരും, എന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നോർമൽ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ഈ ക്വസ്റ്റ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ y = a + bx എന്ന് പറയുമ്പോൾ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നോർമൽ ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ദ നോർമൽ ഇക്വേഷൻസ് അത് ഏതൊക്കെയാണ്? ദ നോർമൽ ഇക്വേഷൻസ് ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നോർമൽ ഇക്വേഷൻ ഏതാണ്? പാരബോളയ്ക്ക് നോർമൽ ഇക്വേഷൻ വേറെയാണ് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ y = a + bx ആണെങ്കിൽ നമ്മുടെ ഇതെന്താണ്? നോർമൽ ഇക്വേഷൻ തന്നെ സമ്മേഷൻ y = an + b സമ്മേഷൻ x ഉം സമ്മേഷൻ xy =
എ സമ്മേഷൻ എക്സ് പ്ലസ് ബി സമ്മേഷൻ എക്സ് സ്ക്വയർ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഇക്വേഷൻസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഇതിലേക്ക് നമുക്കറിയാവുന്ന വാല്യൂസ്, ഇപ്പോൾ ഇവിടെ എക്സും വൈയും തന്നതുകൊണ്ട് നമുക്ക് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഇതൊക്കെ കണ്ടുപിടിക്കാം. അത് നമ്മൾ കണ്ടുപിടിച്ച് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നാലും നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ സമ്മേഷൻ വൈ കണ്ടുപിടിക്കണം, സമ്മേഷൻ എക്സ് കണ്ടുപിടിക്കണം, സമ്മേഷൻ എക്സ് വൈ കണ്ടുപിടിക്കണം, സമ്മേഷൻ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അങ്ങനെ 4 ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. എക്സ് വൈ എക്സ് വൈ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? എക്സ് തന്നിരിക്കുന്നത് 0, 6, 10, 15 ഇത്രയും തന്നിട്ടുണ്ട്. വൈയോ 1.8, 1.45, 1.18, 1. ഓക്കെ, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ്, എക്സും വൈയും. അപ്പോൾ ഇത് 0 കിട്ടും. 6 × 1.45 എന്ന് പറയുമ്പോൾ 8.7 ആണ്. 10 × 1.18 എന്ന് പറയുമ്പോൾ 11.8 ആണ്. 15 × 1 എന്ന് പറയുമ്പോൾ 15 ആണ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ്. അപ്പം 0ൻ്റെ സ്ക്വയർ 0, 6ൻ്റെ സ്ക്വയർ 36, 10ൻ്റെ സ്ക്വയർ 100, 15ൻ്റെ സ്ക്വയർ 225. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ സമ്മേഷൻ വേണം നമുക്ക്. അപ്പോൾ നോക്കാം, സമ്മേഷൻ എക്സ് എന്ന് പറയുമ്പോൾ എത്ര വരാം? ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ 31 കിട്ടും. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ സമ്മേഷൻ വൈ 5.43 കിട്ടും. സമ്മേഷൻ എക്സ് വൈ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ 35.5 എന്ന് കിട്ടും. പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ഇതെടുക്കുമ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്നാണ് 361 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? സമ്മേഷൻ വൈ ഈസ് ഈക്വൽ ടു ഒന്ന് ഇതാണ്, an പ്ലസ് ബി സമ്മേഷൻ എക്സ് ആണ്. അപ്പോൾ സമ്മേഷൻ വൈ എന്താ നമുക്കറിയാലോ, അത് 5.43 ഈക്വൽ ടു എ എന്താ നമുക്കറിയില്ല. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര സെറ്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്? ക്വസ്റ്റിൽ എത്ര സെറ്റ് തന്നിട്ടുണ്ട്? 1, 2, 3, 4 4 തന്നിട്ടുള്ളത്. അപ്പോൾ n എന്താണ്? 4 ആണ്. 4 പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് എന്താണ്? 31. അപ്പോൾ 5.43 ഈക്വൽ ടു 4a പ്ലസ് 31b. ഇതാണ് ഒരു ഇക്വേഷൻ. ഇത് ഇക്വേഷൻ 1. ഇനി അടുത്ത ഇക്വേഷൻ എന്താണ്? നോർമൽ ഇക്വേഷൻ സമ്മേഷൻ എക്സ് വൈ ഈക്വൽ ടു എ സമ്മേഷൻ എക്സ് പ്ലസ് ബി സമ്മേഷൻ എക്സ് സ്ക്വയർ. അപ്പോൾ സമ്മേഷൻ എക്സ് വൈ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 35.5 ആണ്. 35.5 ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് എത്രയാണ്? സമ്മേഷൻ എക്സ് ആയിട്ട് നമുക്ക് കിട്ടിയത് 31 ആണ്. 31 പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 361 കേട്ടോ. അപ്പോൾ 361. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 35.5 ഈക്വൽ ടു 31a പ്ലസ് 361b. ഇത് ഇക്വേഷൻ 2 ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻ 1നെയും 2നെയും സോൾവ് ചെയ്താലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തെഴുതാം. ഓക്കെ, ഇക്വേഷൻ 1ഉം 2 എടുത്തെഴുതാം. അപ്പോൾ 5.43 ഈസ് ഈക്വൽ ടു 4a പ്ലസ് 31b. അതാണ് ഒരു ഇക്വേഷൻ, അതാണ് ഇക്വേഷൻ 1. മറ്റേത് എത്രയാണ്? 35.5 ഈക്വൽ ടു 31a പ്ലസ് 361b. ഇതാണ് ഇക്വേഷൻ 2. ഇതിന് രണ്ടും സോൾവ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള രണ്ട് ഇക്വേഷൻസിൽ സോൾവ് ചെയ്യുക? നമ്മൾ പൊതുവേ ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും നമുക്കറിയാത്ത രണ്ട് സാധനങ്ങൾ ഏതാ നോക്കും. അപ്പോൾ എയും ബിയും ആണ് നമുക്കറിയാത്ത രണ്ട് ഇക്വേഷനിലും. അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ കോഷ്യൻ്റ് സെയിം ആക്കുക, അല്ലെങ്കിൽ ബീൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കുക. ഇവിടെ നോക്കിക്കുക, എൻ്റെ കോഷ്യൻ്റ് 4, ഇവിടെ 31 അപ്പോൾ സെയിം അല്ല. ഇവിടെ ബീൻ്റെ കോഷ്യൻ്റ് 31, 361 രണ്ടും സെയിം അല്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പിടിച്ച് സെയിം ആക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണത് എൻ്റെ രണ്ടിൻ്റെ കോഷ്യൻ്റ് സെയിം ആക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇക്വേഷൻ 1 ഇൻറ്റു എൻ്റെ, അതായത് ഇക്വേഷൻ 1ൻ്റെ തൊട്ടടുത്ത ഇക്വേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇക്വേഷൻ്റെ കോഷ്യൻ്റ് എന്താ നോക്കും. അത് 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? എ. ഈ 1 ഇക്വേഷൻ 1ൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇക്വേഷൻ 2 ആണ്. 2ൽ എൻ്റെ കോഷ്യൻ്റ് എത്രയാണ്? 31. അപ്പോൾ ആ 31 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻ 2ൽ ഞാൻ എൻ്റെ കോഷ്യൻ്റ് ഇത് രണ്ട് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻ്റെ കോഷ്യൻ്റ് നമ്മൾ ഇക്വേഷൻ 2ലേക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മൾ ഇക്വേഷൻ 2ൻ്റെ ഓപ്പോസിറ്റുള്ള ഇക്വേഷനിൽ എൻ്റെ കോഷ്യൻ്റ് എന്താണ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തത് എന്താ? നമ്മൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് പറയുമ്പോൾ, ഇതൊന്നുകൂടി പറഞ്ഞുതരാം. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാത്ത സാധനങ്ങളുടെ കോഷ്യൻ്റ് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉള്ളത് സെയിം ആക്കുക. ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ അറിയാത്തത് എന്താണ്? എയും ബിയും ആണ് അറിയാത്തത്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. രണ്ടിൻ്റെ കൂടെ ഉള്ള ആ നമ്പറിനെ സെയിം ആക്കണം. അപ്പോൾ നോക്കി, എൻ്റെ കോഷ്യൻ്റ് ഇവിടെ 4ഉം 31 ആണ്. അപ്പോൾ സെയിം അല്ല. ബീൻ്റെ കോഷ്യൻ്റും എന്താണ്? 31ഉം 361 രണ്ടും സെയിം അല്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ സെയിം ആക്കാം. ഞാനിവിടെ എൻ്റെ സെയിം ആക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെയിം ആക്കുക? സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഇക്വേഷൻ 1ൻ്റെ കൂടെ എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ആണ്. അതെന്തായിരിക്കും? ഇക്വേഷൻ 1ൻ്റെ തൊട്ടടുത്ത ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ 2ൽ എൻ്റെ കോഷ്യൻ്റ് എന്താണ്? അതാണ് ഇവിടെ മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇക്വേഷൻ 2നോട് ഞാൻ എന്താ മൾട്ടിപ്ലൈ ഉണ്ട്? ഇക്വേഷൻ 2ൻ്റെ ഓപ്പോസിറ്റുള്ള ഇക്വേഷൻ്റെ എൻ്റെ കോഷ്യൻ്റ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇക്വേഷൻ 2ൻ്റെ ഓപ്പോസിറ്റുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ 1 ആണ്. അതിൻ്റെ കൂടെ ഉള്ള എൻ്റെ കോഷ്യൻ്റ് എന്താണ്? 4.
അത് വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസിൻ്റെ എയുടെ കോഷ്യൻ്റ് സെയിം ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1ൻ്റെ കൂടെ ഞാൻ 31 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5.43 × 31 എന്ന് പറയുമ്പോൾ എത്ര വരാം, 5.43 × 30 എന്ന് പറയുമ്പോൾ 168.33 ഈക്വൽ ടു 4a × 31 എന്ന് പറയുമ്പോൾ 124a പ്ലസ് 31 × 31 എന്ന് പറയുമ്പോൾ 961b എന്ന് വരും. ഇനി ഇക്വേഷൻ 2ൻ്റെ കൂടെ ഞാൻ 4 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 35.5 × 4 എന്ന് പറയുമ്പോൾ 142 ഈക്വൽ ടു 31 × 4 എന്ന് പറയുമ്പോൾ 124a പ്ലസ് 361a എന്ന് പറയുമ്പോൾ 1444b. കണ്ടോ, എൻ്റെ കോഷ്യൻ്റ് ഇവിടെ രണ്ട് സ്ഥലത്ത് സെയിം ആയി. ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്താണ് ചെയ്യുക, സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടിൻ്റെയും കോഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇക്വേഷൻ്റെ കോഷ്യൻ്റ് എൻ്റെ കോഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇക്വേഷനിലേക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇക്വേഷൻ്റെ കോഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കേ, എൻ്റെയും ബീൻ്റെ കോഷ്യൻ്റ് സെയിം ആയി. അപ്പോൾ ഇതിന് ഇക്വേഷൻ 3 എന്നും ഇക്വേഷൻ 4 എന്നും ഞാൻ വിളിച്ചു. ഇനി എനിക്ക് ഇക്വേഷൻ 3 4 അല്ലെങ്കിൽ 4 3 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷൻ 3 4 മൈനസ് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക, 168.33 മൈനസ് 142 വരും അല്ലേ, ഈ സൈഡിൽ മൈനസ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 124a മൈനസ് 124a എന്ന് വരും. ഇനി അടുത്തത് ഇവിടെയോ പ്ലസ് 961b മൈനസ് 144b എന്നായി അല്ലേ. രണ്ട് ഇക്വേഷനെ മൈനസ് ചെയ്യാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനെ മൈനസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ 168.33 മൈനസ് 142 എന്ന് പറയുമ്പോൾ എത്ര വരാം, 26.33 ഈക്വൽ ടു 124a മൈനസ് 124a. ഇപ്പോൾ ഇത് രണ്ടും പോയി. 961b മൈനസ് 144b. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ വരാം, മൈനസ് 483b എന്ന് വരും. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ ഈ നമ്പറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു മൈനസ് 26.33 ഡിവൈഡഡ് ബൈ 483 എന്നായി. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 0.0545 കിട്ടി. അപ്പോൾ ഇതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബീനെ നമുക്ക് ഏത് ഇക്വേഷനിലും വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം. അപ്പോൾ പുട്ട് ബി ഇസ് ഈക്വൽ ടു മൈനസ് 0.0545 ഇൻ ഏത് ഇക്വേഷനും കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം എടുത്തിരിക്കുന്നത് ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിരുന്നു, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1, 5.43 ഈക്വൽ ടു 4a പ്ലസ് 31b എന്നുള്ളത്. 5.43 ഈക്വൽ ടു 4a പ്ലസ് 31b. അപ്പോൾ ബീൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ 4a പ്ലസ് 31 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ മൈനസ് 0.0545. ഇനി ദിസ് ഈസ് ഈക്വൽ ടു 4a 31 ഇൻറ്റു മൈനസ് 0.0545 എന്ന് പറയുമ്പോൾ മൈനസ് 1.6895. ഓക്കെ, 5.43. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 4a. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ വരിക, ഈ മൈനസ് 1.6895 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 5.43 പ്ലസ് 1.6895 ഈക്വൽ ടു 4a എന്ന് വരും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഇത് ആഡ് ചെയ്യുമ്പോൾ 7.1195 ഈക്വൽ ടു 4a എന്നായി. therefore a is equal to 4 താഴേക്ക് പോകുമ്പോൾ 7.1195 ഡിവൈഡഡ് ബൈ 4 എന്ന് വന്നു. അപ്പോൾ എന്താ കിട്ടുക, a is equal to 1.779. അപ്പോൾ എൻ്റെയും ബീൻ്റെയും വാല്യൂ കിട്ടിയില്ലേ, എൻ്റെയും ബീൻ്റെയും വാല്യൂ ഇവിടുന്ന് കിട്ടി. therefore ഇനി ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. therefore the equation of straight line is, straight line ഇക്വേഷൻ എന്താണ്, ഈസ് y is equal to a plus bx ആയിരുന്നു. അതിൽ a എന്താണ്, a എന്ന് പറഞ്ഞാൽ 1.779 പ്ലസ് b എന്താണ് മൈനസ് 0.0545x. അപ്പോൾ y is equal to 1.779 മൈനസ് 0.0545x. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കി സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ടൈപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം.